നല്ല തണുപ്പുണ്ട്. ആണ് ഇവിടുത്തെ വിശേഷം. If you haven't seen me before, welcome to my YouTube channel. This is Janani Maria. ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുത്തു വെച്ചതായിരുന്നു ഷാരോൺ കൂടി ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ എഡിറ്റ് ചെയ്ത സമയത്ത് നോക്കുമ്പോണ്ട് ഇതിന് വോളിയം ഇല്ല. ഇതിന്റെ വോളിയം എവിടെ പോയെന്ന് എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. അതായത് എടുത്ത വീഡിയോയുടെ വോളിയം പോയി അതെങ്ങനെ തിരിച്ച് റിട്രീവ് ചെയ്യുന്നത്. ഞാൻ പഠിച്ച പണി 18 നോക്കി കുറെ ഗൂഗിൾ ചെയ്തു, ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോട് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എന്തായാലും വലിച്ചു കിട്ടുന്നില്ല. ഞങ്ങള് സാറ്റർഡേ വളരെ അൺപ്ലാൻഡ് ആയിട്ടൊരു ഡേ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ തന്നെ ചെയ്തേക്കാം, വെറുതെ പുറത്തിറങ്ങാം, അപ്പം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളങ്ങ് ചെയ്യാം. അങ്ങനെ ഒരു അടിച്ച പൊളി സാറ്റർഡേ ആയിരുന്നു ഈ വീക്കെൻഡ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. So watch and let us know your feedback in the comment. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഉച്ചരയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് കേട്ടോ. പുറത്തിറങ്ങിയപാടെ നമ്മൾ തീരുമാനിച്ചത് പോർട്ട് ഓവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടേക്കാവുന്ന. നമുക്കൊരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. സ്പ്രിങ് തുടങ്ങിയോണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ടെമ്പറേച്ചർ അടിപൊളിയായിരുന്നോണ്ട് ഞങ്ങൾ വിചാരിച്ച അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരിക്കുന്നു. പക്ഷെ ഭയങ്കര തണുപ്പും കാറ്റുമായിരുന്നു കേട്ടോ. പോർട്ട് ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടൗണ്. ഞങ്ങളവിടെ കുറച്ച് ആത്മബന്ധമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ റിസപ്ഷന്, പിന്നെ ഞാൻ ആദ്യമായിട്ട് ജെറ്റ് സ്കീ ചെയ്തത് ഒക്കെ പോർട്ട് ഓവറിലാണ്. നമ്മൾ വന്നിറങ്ങിയത് പോർട്ട് ഓവർ ലൈറ്റ് ഹൗസിലാണ് കേട്ടോ. ഭയങ്കര ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ബെർണാച്ചനുണ്ടായിരുന്നേ ഇന്ന് ഞങ്ങളുടെ കൂടെ. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ ഞങ്ങൾ 3 പേരും. പക്ഷെ ബെർണാച്ചനുള്ളത് കൊണ്ട് തന്നെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഞങ്ങളത് ഓപ്റ്റ് ചെയ്യാറില്ല. കാരണം ഞങ്ങൾ പോണ സ്ഥലത്തെല്ലാം ബെർണിയും കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവനാണ് ഇന്റർനാഷണലി ഫ്ലൈ ചെയ്യാൻ പേടിയുള്ള കൂട്ടത്തിലാണ്. ഇവൻ എല്ലാത്തിനും പേടിയാണ്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ഞങ്ങളുടെ ട്രിപ്സും ഞങ്ങൾ കാറിൽ തന്നെ ആക്കാൻ നോക്കും. കാറ്റാണ്, കാറ്റ് കാരണം ഒരു രക്ഷയില്ല. പക്ഷെ നല്ല ഭംഗിയൊക്കെ കാണാൻ. അപ്പം ഞങ്ങൾ ചുമ്മാ നടക്കാന്ന് വെച്ചിറങ്ങിയേക്കാണ്. സോ കാനഡയിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അല്ല ഞാൻ ഇവിടെ വന്നിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങളിലൊന്നാണ് സ്കൈ. പോർട്ട് ഡോർ ഒന്ന് ഇറങ്ങിയപ്പോ അത് പോർട്ട് ഡോറായി. നോക്ക്, സോ വിട്ടുമില്ല. ഓക്കെ പറ്റുന്നത് അത്ര തോന്നുന്നു. കുറെ അധികം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. കുറെ യാച്ചസ് ഉണ്ട്, ബോട്ട് നമുക്ക് റെന്റ് ചെയ്യാം, കുറേ നമുക്ക് ഉള്ളിലോട്ടൊക്കെ പോകാം. പക്ഷെ ഇന്നത്തെ വെതർ ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഒരു 5 മിനിറ്റിക്കുള്ളിൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഫ്രീസായി പോയി ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയുണ്ടോ കാണിച്ച് തണുത്ത് വിറച്ച് ഷാരോന്റെ ചെവി ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചത്. ചുമന്ന് പോലെ ഈശ്വര. അതുകൊണ്ട് എന്റെ കൈയൊക്കെ പുറകെത്തൊരു കുഴപ്പമില്ല കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാണ്ടൊക്കെ ഇറങ്ങി കേട്ടോ. പക്ഷെ അടുത്ത് കണ്ടത് ടിമ്മാണ്. തണുത്തിരിക്കുന്നത് കൊണ്ട് ഒരു കോഫിയും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഒരു പൊട്ടറ്റോ വെജസും വാങ്ങിച്ചു അവിടെ ഇരുന്ന് കുറച്ച് വേണ്ട. ഞങ്ങൾ ഒരു പൊട്ടറ്റോ വെജസ് കൂടെ വാങ്ങിച്ച് കാറിൽ വന്നിട്ടോ. വെറുതെ കൊടുക്കാമല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇനി പുറത്തിറങ്ങി നടക്കുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ചുമ്മാ നോക്കുമായിരുന്നു എന്നാ ഇനി അടുത്ത പരിപാടി ഉള്ളതെന്ന്. അപ്പോൾ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ടില്ല, പോയേക്കാന്ന് വിചാരിച്ചു. ഇതൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ സമ്മർ അല്ലെങ്കിൽ സ്പ്രിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ കാനഡ ഈസ് വേറെ ലെവൽ ഹൗ ഇറ്റ് ലുക്സ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് വാട്ടർഫോൾ എത്തി. ഒരു കുഞ്ഞു വാട്ടർഫോൾ ആട്ടോ, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല തണുപ്പുണ്ട്. അണിയ അതാണ് വാട്ടർഫോൾ. തണുപ്പുണ്ട്, ചെറിയ വാട്ടർഫോളാണ്. എങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയേ? ഇറങ്ങിയായിരിക്കും. കാണുമ്പോ ചെറുതാണെങ്കിലും നല്ല തണുപ്പുണ്ടെന്നല്ലേ? അങ്ങനെയല്ല, വെള്ളപ്പൊക്കത്തിന്റെ ഒപ്പം ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഷാരോനെ സമ്മർ അവിടെ ഒന്ന് വളർത്തിറങ്ങുന്ന പിന്നെ പുള്ളി മീൻ പിടിക്കോ? ഒരപ്പച്ചൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. കൊച്ചു മീനാണോ?
അങ്ങനെ വാട്ടർഫോൾ ഒക്കെ കണ്ട് ഞങ്ങൾ വേഗം അവിടുന്ന് സ്ഥലം വിടാൻ തീരുമാനിച്ചു. വീണ്ടും തണുപ്പ് തന്നെയാണ് കേട്ടോ റീസൺ. ഞങ്ങൾ കുറെ നേരത്തെ ഡിസ്കഷന് ശേഷം ഞങ്ങളുടെ കസിൻ ഫ്രണ്ട് എന്നൊക്കെ പറയാം, ക്രിസിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ് നടന്നത്, അൺപ്ലാൻ. എന്നിട്ട് അവിടുന്ന് വേറെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യും. അതാണ് അപ്പൊ അടുത്ത പ്ലാൻ. സെറ്റല്ല ഷെയർ ബെറിനെ കണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടോ. അപ്പം ക്രിസിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നോക്കാം. നമ്മൾ തിരിച്ചു പോണ വഴിക്ക് ശരം നമ്മള് പണ്ട് കയറിയ ഒരു ചീസ് കേക്കിന്റെ തട്ടുകട അല്ലേ, ഒരു നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു ചീസ് കേക്കിന്റെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇന്ന് പറഞ്ഞോളൂ ഇവിടെ എവിടെയോ ആണല്ലോ. ചോക്ലേറ്റ് കേക്ക് അല്ലേ, ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളിന്ന് പറഞ്ഞോളൂ ഒരു 4-5 വർഷം, 5-6 വർഷമായെന്ന് തോന്നുന്നു, 5-6 വർഷം മുമ്പ് കഴിച്ച സാധനം. പക്ഷെ നിങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇപ്പൊ അവിടെ കണ്ട് കയറി കഴിച്ചിട്ട് പോവാം. അടിപൊളി സാധനമായിരുന്നു. നമ്മള് അൺപ്ലാൻഡ് ആയിട്ട് ട്രിപ്പിന് പോകുമ്പോഴാണ് ഇങ്ങനത്തെ അടിപൊളി സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. പുള്ളി ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ശരം? ചോദിച്ചു നോക്കണോ? ഷാരോട് ഓടി പൈസ എടുത്തോണ്ട് ഓടി കിട്ടിയാ എന്താ വായിക്ക? പുള്ളിയോട് പറഞ്ഞ 6 വർഷം മുന്നേ നമ്മളെ കണ്ടു, 3-4. ലെമൺ bar. Yeah. I'll take 1 lemon bar. Okay. 1 black forest. Yep. White chocolate blueberry. Which one you suggest to try? Coconut cream. Yeah. Yeah. Yes. Sure. ചേട്ടന് വൈറ്റ് ചോക്ലേറ്റ് ബ്ലൂബെറിയോ എന്നല്ലേ? You want the white chocolate blueberry instead of the lemon? Lemon. Is that, you think that's better? Which one is? They're similar, like they're different tasting, but they're both equally good. I'll show them to you. Sure. White chocolate blueberry, Okay. okay, and lemon. Like nobody. Okay, we'll take the blueberry. Okay, sure. Thank you. We We were talking about your shop like Yes. 4 years Yeah. back or something. We shopped from something from you. Oh, how long ago? 4 years, something like that. 4 years ago, back in the Corona days, the COVID years. Maybe before that, I don't know. So like yeah. They have. But yeah, it was. And we were talking, we just came to Portova after a long time and we were like, you remember this cake shop or cheesecake First shop? we thought this shop was like when we go to Godrej. Right. And like every time we go to Godrej, we look at for this place. Right. But We forgot actually, but then we were going back and we're like, And I oh, was like, there is hey, it. There you go. I'm glad you remember that. Yeah, thank you, have a good day. So, today is a lucky day, Shara. പൊളി ബ്ലൂബെറി എടുക്കാന്നിപ്പോ എന്തായാലും ബാക്കി 2 നമുക്ക് ക്രിസിനെ സാന്ത്വന എടുത്ത് പോകുമ്പോ ഓ ലുക്ക് അറ്റ് ദാറ്റ് പൊളി സാധനം കേട്ടോ. പക്ഷെ ഫോക്കൊന്നും ഇല്ല ചെറുപ്പ. അയ്യോ നമ്മൾ ചോദിക്കണ്ടായിരുന്നു തോന്നുന്നു. കടിച്ചു നോക്കട്ടെ, ഞാൻ കഴിയാൻ പോവാ. നൈസാ, പൊളിയല്ലേ? ബനിക്ക് ഇച്ചിരി കൊടുക്കാം അല്ലേ? അത്ര ഉള്ളു, എന്റെ കയ്യിലല്ലാക്കി, ബാക്കി നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം. പൊളി. ഇതാണ് അൺപ്ലാൻ തിങ്സ് ആർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. ആരെങ്കിലും പൊട്ടവർ വരുന്നുണ്ടെങ്കിൽ ദ ലിറ്റിൽ ചീസ് കേക്ക് ഞങ്ങളുടെ ഗ്യാരണ്ടി 100%. അല്ലേ ശരബ? അവിടുന്ന് നേരെ നമ്മൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ബെർണീനെ ആക്കി ക്രിസിന്റെ അടുത്തോട്ട് പോട്ടോ. അതിന് മുമ്പ് ഒരു മാച്ച് ഡ്രിങ്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഈശ്വര, ഇത്രയും ഒരു കയ്പുള്ളൊരു സാധനം. എനിക്കെന്തോ ഗ്രാസ് കുടിക്കുന്ന പോലെയാണ് എപ്പോഴും തോന്നുന്നത്. ഹൗ പീപ്പിൾ ആർ ഡ്രിങ്കിങ് ദിസ്, ഹൗ പീപ്പിൾ ലൈക്ക് ദിസ്. മാച്ച ഇസ് ട്രെൻഡിങ് ഇൻ ദ വേൾഡ്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി പല ഫോമിൽ, കേക്കായിട്ട്, കോഫി ആയിട്ട്. ലാസ്റ്റ് ആയിരുന്നു ഈ സ്റ്റാർബക്സിന്റെ ഡ്രിങ്ക് കൂടെ ട്രൈ ചെയ്യാന്ന്.
നോ വേ ഐ എം ലൈക്കിങ് ഇറ്റ്. ഷാരോണ് പിന്നെ പണ്ടേ ഇങ്ങനത്തെ കാര്യമൊന്നും ഇഷ്ടമില്ല. വിശന്ന് പോരിഞ്ഞ കേട്ടോ. ക്രിസിന്റെ വീട്ടിലെത്തിയ സാന്ദ്രമോള് എരിവിന് വേണ്ടിട്ട് നല്ലൊരു പൊളി മുളകിട്ട സാധനമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ക്യാബേജും മോരും ഒക്കെ കൂട്ടി ഒരു അടിപൊളി ഊണുണ്ട്. ഓ വീണ്ടും പുതിയ സാധനം വന്നു. ഓക്കെ, ഇതാണ് കലാപരിപാടികൾ തുടങ്ങുകയായി. ഇവര് ഭ്രാന്താണ്. ഇത് മുഴുവൻ ഞാൻ അപ്ലോഡ് ചെയ്യും. അത് കറക്റ്റാ. നമ്മളവിടെ വന്നേക്കുന്നേ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദുബായ് വരെ എത്തിയത്. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി പട്ടേന്ന് വാങ്ങിട്ടേക്കുന്നത് ബോളിങ്ങിന്. പാട്ടൊക്കെ പാടി നമ്മൾ വന്നേക്കുന്നവിടെ ആരാ പാട്ട് പാടിയേ? ക്രിസ്സാ പാട്ട് പാടിയേ, വേറെ ആരുമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബോളിങ്ങിന് പോകും. കൊറേ നാളായല്ലോ ബോൾ ചെയ്തിട്ട്. ഞാൻ രാത്രിയിലോ എന്തൊരു സന്തോഷം. അങ്ങനെ 12 റൗണ്ടുകൾക്ക് ശേഷം ഞാനാണ് ഇപ്പൊ ടോപ്പ് സ്കോറിംഗ്. ഒരു സ്കോറിന് ആദ്യം തുടങ്ങിയപ്പോ 0 ആയിരുന്നു, കണ്ടില്ലേ? എന്നാ ഷാരോൺ എന്നാ പറഞ്ഞേ? സാന്ദ്ര കരടി. പിന്നെ അടുത്ത് തന്നെയുള്ള കിങ് പിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വന്നത്. ബോളിംഗ് കഴിഞ്ഞ ഒട്ടനെ ഞങ്ങൾ ചാടിയത് ഗെയിംസിലോട്ടാണ്. യൂട്യൂബിലുണ്ടോന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞാണ്. ന്യായക പോരാട്ടത്തിന്റെ അവസാനം കളി തോറ്റിരിക്കുന്നു. ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ മുകളിൽ നിന്ന് രണ്ടുപേരും അതിനെ തിരുമുകയാണ്. ഇതിപ്പം കിട്ടും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാ കളിയിലും ഞാൻ ജയിച്ചു. അതെ അതെ, എല്ലാ കളിയിലും അവസാനമായിട്ട് വിളപ്പുണ്ട്. അതെ അതെ അതെ. എങ്ങനെ ഉണ്ടാകുന്നു ഗെയിം ഒക്കെ കളിച്ചിട്ട്? അല്ല, ഗെയിം എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഗെയിം ഒക്കെ കാണാനാണോ? ഹോണസ്റ്റ് റിവ്യൂ നമുക്ക് വേണ്ട. ഗെയിമൊക്കെ എല്ലാ കളിയും ജയിച്ചതിന്റെ ക്ഷീണം. എന്നെ ഒന്നും കളിക്കാൻ സമ്മതിച്ചില്ല സാറ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ. എല്ലാരും ഞാൻ യൂട്യൂബിൽ ഇടാട്ടോ. ബൈ ബൈ. എന്തായാലും ലാസ്റ്റ് ആയിട്ട് പറയാനുണ്ടോ? അത് വേണമെന്ന് 15 കാലമായിട്ടുണ്ട്. രാവിലെ ഉച്ചക്ക് തുടങ്ങി അൺപ്ലാൻഡ് ഡേ ഞങ്ങൾ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുക. ഇനി വീട്ടിൽ പോവാ, ബെർണീനെ കൊണ്ടുപോകണമെന്ന് ഷാരോണ്. എന്നിട്ട് ഞാൻ കുറച്ചേരം ടിവിയും കണ്ട് കിടന്നുറങ്ങും. ഡൺ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.